ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ബാക്കിൽ കാണുന്നതാണ് കേട്ടോ നമ്മുടെ ഓഫീസ്. ഇത് നമ്മുടെ സാറാണ്, ശ്രീകുമാർ സാറ്. പിന്നെ ഇത് നമ്മുടെ പൊളിറ്റിക്സ് കേരള എന്ന് പറഞ്ഞ ചാനലിൻ്റെ ചെയർമാനാണ് ഷാജി സാറ്. ഇത് ഇവിടുത്തെ അമ്പലത്തിൽ ഉത്സവമാണ് കേട്ടോ. അപ്പം ഉത്സവത്തോടനുബന്ധിച്ച് ഇവിടെ അന്നദാനവും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. നമ്മളിപ്പോൾ ബ്ലോഗ് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. എല്ലാവരും ഇല്ല, നമ്മൾ കുറച്ച് പേരുണ്ട്. കാണാം. എലിഫന്റ് റീഹാബിലിറ്റേഷൻ സെന്റർ, കാപ്പുകാട്. ഹലോ, ഇന്ന് വേറൊരു സൺഡേ അല്ല, വർക്കിംഗ് ഡേ ആണ്. ചുമ്മാ വെറുതെ ഇരുന്നപ്പോൾ ലീവ് എടുത്ത് ഇറങ്ങിയതാണ്. നമ്മളെന്നുള്ളത് എലിഫന്റ് പാർക്കിലാണ് കേട്ടോ. എലിഫന്റ് പാർക്ക്, നമുക്ക് ജസ്റ്റ് എലിഫന്റ് പാർക്ക് ഒന്ന് കാണാം. വാ, കമോൺ. വളരെ ശാന്തം, അതെ, വളരെ വൈബായിട്ട് അടിച്ചു പൊളിക്കാൻ പറ്റിയൊരു സ്ഥലം. അവിടെയാണ് ടിക്കറ്റ് എടുക്കുന്നത്. അപ്പം അകത്ത് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. ഇതാണ് കേട്ടോ എൻട്രൻസ്. ഇതുവഴിയാണ് എൻട്രൻസ്. നമുക്ക് ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് അകത്തോട്ട് കയറാം. ഓക്കെ, ഇത് നമ്മളിപ്പോ വന്നിരിക്കുന്നത് കാപ്പുകാട് ആന പാർക്കിലാണ്. ഇത് നമ്മൾ കാണുന്നുണ്ടോ, അതെ വലിയൊരു ആന അവിടെ നിൽക്കുന്നുണ്ടോ. ഇവിടെ കുറച്ച് 2 ആനക്കുട്ടികളായിട്ട് തുടങ്ങിയ ഒരു റീഹാബിലിറ്റേഷൻ സെന്റർ ആണ്. ഇതിപ്പോ ഇങ്ങനെ വലുതായി ഡെവലപ്പ് ആയിരിക്കുന്നത്. അമ്മു, മിന്ന എന്ന് പറയുന്ന 2 ആനക്കുട്ടികളായിരുന്നു ഇവിടെ ഫസ്റ്റ് ഉണ്ടായിരുന്നത്. ഇപ്പൊ ഇത് ഇത്രയും ഡെവലപ്പ് ആയിട്ടുണ്ട്. നമുക്കിവിടെ അമ്മു മിന്ന ഉണ്ടെങ്കിൽ ഒന്ന് പോയി കാണാം. കുസൃതിക്കുട്ടനാണ്. ഇതാണ് മോഴയാന. കൊമ്പില്ലാത്ത ആണാനയാണ്, പക്ഷെ കൊമ്പില്ല. മോഴയാന എന്ന് പറയും. ഇത് നല്ല കുസൃതി അല്ലേടാ. നമുക്ക് കുസൃതി കൂടുതലാണെന്ന് തോന്നുന്നു. ഞാൻ നിങ്ങൾ ഏതോ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരിക്കും. ഒരു കല്യാണ വീഡിയോ, ഫോട്ടോഷൂട്ട് നടക്കുന്ന സമയത്ത് ഒരു മടലെടുത്തെറിയുന്ന, അത് ഈ പുള്ളിക്കാരനാണ്. ആള് ഭയങ്കര ആക്റ്റീവാണ്. ആക്റ്റീവായിട്ട് പിണ്ടൊക്കെ ഇട്ടിരിക്കണം. നമുക്ക് അടുത്ത് നോക്കാം. കമോ, അത് കളിക്കുന്ന നോക്കിക്ക്. നിന്നെ മനസ്സിലായി, നീ വന്നതും അതിന്റെ കളി നിർത്തി. നിന്നെ കാലുമണിക്ക് ചവിട്ടുമെന്നാണ് കാണിക്കുന്നത്. നമ്മുടെ ശബ്ദം വരുന്ന കുഴപ്പമില്ലല്ലോ. കർണാടകന്റെ മന്ത്രിസഭ കാലത്ത് ഇത് വലിയൊരു ബയോളജിക്കൽ പാർക്കും മെഡിസിനൽ ഗാർഡനും ആക്കാൻ വേണ്ടി അക്യൂർ ചെയ്തിട്ട സ്ഥലമായിരുന്നു. അത് പിന്നെ ആ പ്ലാൻ എന്തോ നടന്നില്ല. അതിനുശേഷം ഇവിടെ 2 ആനകൾ വരെ. പിന്നെ അതൊരു ചെറിയ റീഹാബിലിറ്റേഷൻ സെന്റർ ആയിരുന്നു. ഇപ്പൊ അത് വളർന്ന് വലിയൊരു റീഹാബിലിറ്റേഷൻ സെന്ററായി. റാണ, ഇവന്റെ പേരാണ് റാണ. ഇതാണ് ആ ചേച്ചി പറഞ്ഞ റാണ. റാണ, ഈ ആനയുടെ പേരാണ് റാണ. റാണ. ഇവിടെ ആനയ്ക്ക് നിൽക്കാനുള്ള സെറ്റപ്പ് ഇവിടെയും ഇതുകൊണ്ട് അവിടെയൊക്കെ ഉണ്ട്. പക്ഷെ അവിടെ ഇല്ല ആന. ഇവിടെ ആനയുടെ ലോറികളൊക്കെ കാണാം. ആനയ്ക്ക് പോകാനുള്ള വണ്ടികൾ. ആനയുടെ ആംബുലൻസ് ആണെന്ന് തോന്നുന്നു കേട്ടോ. ആംബുലൻസ് ആണ്. ആനകളെ എന്തെങ്കിലും അസുഖം വന്നാൽ കൊണ്ടുപോകാനുള്ള ആംബുലൻസും ഫോറസ്റ്റിന്റെ ജീപ്പൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ കണ്ട് ഇപ്പൊ എഴുതി വെച്ചേക്കുന്നത്, എല്ലായിടത്തും എഴുതി വെച്ചിട്ടുണ്ട് ആന മതപ്പാടിലാണ് ദൂരം പാലിക്കുക. അതുകൊണ്ട് ആരും വന്നു കഴിഞ്ഞാൽ അടുത്തൊന്നും പോകാൻ അതാ അതുകൊണ്ടാ നോക്കുന്നത് കേട്ടോ. ആരും വന്നു കഴിഞ്ഞാൽ അടുത്തൊന്നും പോകാൻ നിൽക്കരുത് കേട്ടോ. ഇത് വലിയൊരു കുഴി ഉണ്ടോ? അതെന്തോ വേസ്റ്റ് കുഴിയാന്ന് തോന്നുന്നു. ഞങ്ങൾക്ക് ആനയെ പിടിക്കാനുള്ള ആനേനെ പറഞ്ഞ് ഇതിനൊക്കെ കൊണ്ട് ആനയെ പിടിക്കും. ഇതിനകത്ത് കിടക്കുമ്പോഴാണ് കുഴി ആനയാവുന്നത്. അപ്പോ ഇതാണ് ഇവിടുത്തെ ആനത്താവളം. ഇനിയും ഉണ്ട് കാണാൻ. അതെ, കുറച്ചേ ആയിട്ടുള്ളൂ. കുറെ കഥകളും ഉണ്ട്. കഥകളൊന്നും പറഞ്ഞുതരാൻ നമുക്ക് അറിഞ്ഞൂടെ, എന്നാലും മാക്സിമം പറഞ്ഞുതരാം. ഇവിടുത്തെ ഒരു ചേട്ടനാണ് ഇവിടുത്തെ കുറച്ച് ഡീറ്റെയിൽസും ചരിത്രവും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത്. ചേച്ചി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ബാക്കി കൂടെ കാണാം.
അറിയില്ല. അതുകൊണ്ട് ഇവൻ അന്വേഷിച്ച് ഞാൻ ഇവിടെ വന്നിരിക്കുകയാണ്. ഇതുവഴിന്ന് ഇവിടെ വെച്ചിട്ടുണ്ട്. വഴി തെറ്റാൻ സാധ്യതയുള്ള എല്ലാരും ശ്രദ്ധിക്കുക. ഇത് ഇവിടെ വഴി കിടപ്പുണ്ട്, കറക്റ്റ് വഴി എങ്ങോട്ടാണെന്നുള്ള കൊടുത്തിട്ടുണ്ട്, അത് നോക്കി തന്നെ പോവുക. ഇപ്പൊ ഈ നടന്നു വന്ന ആനയില്ലേ, അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഇവിടുത്തെ ആദ്യത്തെ 2 ആനക്കുട്ടികളിൽ ഒന്ന് മിന്ന. ഇവിടെ കുട്ടികളും നാട്ടുകാരൊക്കെയാണ് താമസിക്കുന്ന കുഞ്ഞുങ്ങളെ സ്കൂളിൽ പോവാണ്. അവർ ഈ ഫുഡ് കഴിച്ചിട്ട് പോകുന്ന ടൈം തന്നെ അവർക്ക് അന്ന് രാത്രിത്തുള്ള ഫുഡും അവർ തന്നെ എടുത്തുകൊണ്ട് അവരുടെ സ്ഥലത്ത്, അവര് കിടക്കുന്ന സ്ഥലമുണ്ടല്ലോ, ഈ കാണുന്ന പോലത്തെ പ്ലേസ്, അവിടെ കൊണ്ടുപോയി അവരവിടെ വയ്ക്കും. അവർക്ക് അന്നുള്ള ഫുഡ്, രാത്രിത്തുള്ള ഫുഡ് അത് വൈകുന്നേരത്തെ ഇവിടുന്ന് കൊടുക്കും. അതിന് രാത്രി അവർ എന്നെ തുമ്പിക്കൈയിലെടുത്ത് കൊണ്ടുപോകും. ഈ ആന എന്ന് പറയുന്നത് വളരെ കുറച്ച് 1 വയസ്സായപ്പോൾ നിലമ്പൂരിൽ നിന്ന് വന്ന ആനയാണത്. മനു ഒന്നാണ് പേര്. 18 വയസ്സായി. നേരത്തെ അത് കല്ലാണെന്നൊക്കെ പറഞ്ഞെങ്കിലും ഇപ്പൊ അത് മാറി. അവിടെ ഒരു 3 ആനയുണ്ട്. അത് നമുക്ക് ഒന്ന് വെയിലെന്ന് കിട്ടിയത്, ഒന്ന് മണ്ണാർക്കാട്, ഒന്ന് അച്ചൻകോവിലിന് കിട്ടിയത്. ഇതെല്ലാം 1 വയസ്സ് 1 വയസ്സായപ്പം കിട്ടിയ ആനയാണ്. നമുക്ക് അപ്പുറത്ത് 4 വയസ്സായ ആന ഇപ്പൊ ഉണ്ട്. അമ്മുവിനെ ഇപ്പം കുളിക്കാൻ അവിടെ ചെന്ന് വലത്തോട് സ്വപ്പത്താണ്. അമ്മുവും മിന്ന അവിടെ ഇപ്പൊ ഉണ്ട്. അത് ശരിക്കും ഇനി കൊണ്ടുവരും. അമ്മുവും മിന്ന പൊടിച്ച് 3 എണ്ണം ഉണ്ട്. ഞങ്ങൾ ബോട്ടിങ്ങിന്റെ അടുത്ത് പോയിട്ട് ഏറ്റവും പ്രായം കൂടിയ സോമനാണ് അവിടെ ഉണ്ട്. ഏറ്റവും പ്രായം കൂടി 86 വയസ്സായത്. 86 വയസ്സായല്ലേ. പിന്നെ നിങ്ങൾ ഇങ്ങോട്ട് കയറി വന്നതായിരിക്കും 3 ആന ഇപ്പോൾ ഉണ്ട്. ഹരികൃഷ്ണൻ, രാജ, റാണ. ഈ റാണ കാസർഗോഡ് നിന്നുള്ളതാണ്. ഇപ്പൊ അത് 12 വയസ്സായി. 1 വയസ്സായപ്പോൾ കാസർഗോഡ് കാഞ്ഞാങ്കാട്ടിൽ കൊണ്ടുവന്നതാണ്. ഈ രാജ എന്ന് പറഞ്ഞാൽ നമ്മളെ കോട്ടൂരിനടുത്ത് ഫോറസ്റ്റ് ഓഫീസിനെ അടക്കി വെച്ചിട്ടുള്ള ഒരു സ്ഥലമുണ്ട്. അതിനകത്ത് തൊട്ടടുത്ത് നിർത്തിയതാണ്. പാലമൂട്. ഇവിടെ ഉള്ളതിൽ ഏറ്റവും പ്രായം കൂടിയ ആനയെന്ന് പറഞ്ഞത് സോമൻ. കോന്നി സോമൻ. കോന്നി 2014 കൊണ്ടുവന്നതാണ്. 86 വയസ്സല്ലേ. 86 വയസ്സായി. ശരി ചേട്ടാ, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. അങ്ങോട്ട് പോകുന്നുണ്ട്. ചേട്ടാ, ഇവിടെ എത്ര ആനകളുണ്ട് മൊത്തത്തില്? ഇപ്പൊ നിലവിൽ നമുക്ക് 15 ആനയുണ്ട്. 86 വയസ്സായ ആന മുതൽ 4 വയസ്സായ ആന വരെ ഉണ്ട്. അതിൽ 3 ആന ഈ വൈറസ് ആയിട്ട് മാറ്റിക്കെട്ടിയിരിക്കണം. ജയശ്രീ, കണ്ണൻ, ആമിന, ഈ 3 ആന മാറ്റിക്കെട്ടിയത്. ബാക്കി വേണമെങ്കിൽ നമുക്ക് തന്നെ 12 ആനയും നിലവിൽ കണ്ടിട്ട് പോവാം. ഇവിടെ ഇപ്പോൾ കണ്ണൻ 8, മനു 8 വയസ്സ്, ആരുണ്യ 4 വയസ്സ്, മായ 6 വയസ്സ്, പൂർണ്ണ 8 വയസ്സ്. ഇപ്പൊ ഇവിടെ ഉണ്ട്. അപ്പുറത്ത് പോയ 4 എണ്ണം ഉണ്ട്. 3 എണ്ണം ഉണ്ട്. അമ്മു, മിന്ന പൊടിച്ച്. തിരിച്ച് നമ്മൾ കയറി പോണ വഴിക്ക് റാണ, രാജ, ഹരികൃഷ്ണൻ. പിന്നെ തിരിച്ച് ബോട്ടിങ്ങിന്റെ അവിടെ പോയി കഴിഞ്ഞാൽ 86 വയസ്സ് സോമനും മോരാനയുണ്ട്. ഇവിടെ എത്ര മണി തൊട്ട് എത്ര മണി വരെ? 8 മണി മുതൽ 5 മണി വരെ. 5 മണി വരെ. 8 മണി തൊട്ട് 5 മണി വരെയാണ് ഇവിടുത്തെ സമയം. പിന്നെ അവധി ദിവസങ്ങളിൽ ചിലപ്പോൾ 1 മണിക്കൂർ കൂടി വരും. ശനി, ഞായർ അവധി തിരക്കുള്ളവർ. അവധി തിങ്കളാഴ്ച എന്നാണ് പറയണമെങ്കിൽ തിങ്കളാഴ്ച പോകുന്ന എല്ലാം കാണാം. പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല. എല്ലാ ദിവസവും വരുമ്പോഴെ കാണാം. പിന്നെ ബോട്ടിംഗ് ഉണ്ട്, കുട്ടവഞ്ചി ഉണ്ട്, ക്യാൻറ്റീൻ ഉണ്ട്. പിന്നെ റൂം ടെന്റിന് കൊടുക്കുന്നുണ്ട്. AC റൂമുകളാണ് കൊടുക്കുന്നത്. അതിനൊക്കെ എത്ര റേറ്റ് വരും? ഈ അവധി ദിവസങ്ങളിൽ 2600 രൂപ ഒരു കെട്ടമായിട്ട് കൊടുക്കും. നമുക്ക് 4 പേർക്ക് 5 പേർക്ക് കിടക്കാം. അല്ലാത്ത ദിവസം അത് 1900 രൂപ. അത് ഇത് വരുന്ന ഇപ്പൊ ഫാമിലി ആയിട്ടോ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് വരുന്നവർക്ക് ഇവിടെ വന്ന് സ്റ്റേ ചെയ്യാനാണ് പറയുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് ഭക്ഷണം വേണമെങ്കിൽ ക്യാൻറ്റീനിൽ പറഞ്ഞാൽ ഉണ്ടാക്കി തരും. അല്ലെങ്കിൽ നമുക്ക് പുറത്തു പോയി കൊണ്ടുവരാം. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് ഇവിടെ 2 ട്രക്കിംഗ് ഉണ്ട്. ഇവിടെ നിന്ന് ഒരു കിഴക്കുമല പാറയ്ക്ക് ട്രക്കിംഗ് ഉണ്ട്. അത് 5 പേർക്ക് 1300 രൂപ. പിന്നെ അത് കഴിഞ്ഞിട്ട് കോട്ടൂർ വഴി കൈറോഡ് പോയിട്ട് കതിർമുടി ട്രക്കിംഗ് ഉണ്ട്. 10 പേർക്ക് 3000 രൂപ ട്രക്കിംഗ് കൂടെ ഉണ്ട്. ഇപ്പൊ എല്ലാരും കേട്ടല്ലോ ഇതിന്റെ ഇവിടെ വന്നാലുള്ള അഡ്വാൻറ്റേജസ് ഒക്കെ ചേട്ടൻ ഇപ്പൊ പറഞ്ഞു. ട്രക്കിങ്ങും കാര്യങ്ങളും പറഞ്ഞു, സ്റ്റേയുടെ കാര്യം പറഞ്ഞു. ബോട്ടിംഗ് ഉണ്ട്, കുട്ടവഞ്ചി ഉണ്ട്, പെഡൽ ബോട്ടുണ്ട്, ചങ്ങാടം ഉണ്ട്,